ഹായ് ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഒരു മോർണിംഗ് വീഡിയോ ആണ്. രാവിലെ എണീറ്റോടൻ തന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയാണ്. അപ്പോൾ പുറത്തെല്ലാം ഇലയൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ആദ്യം മുറ്റമൊക്കെ ഒന്ന് തൂക്കാമെന്ന് കരുതി. അപ്പോൾ തനുക്കുട്ടൻ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. തനുക്കുട്ടൻ കിടന്നുറങ്ങിയാണ്. എൻ്റെ വീടിൻ്റെ ഈ 3 സൈഡിലും ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. അപ്പം എല്ലാത്തിൽ നിന്നും ഒരുപാട് ഇലയൊക്കെ വീണ് കിടക്കും. നമ്മളിപ്പോൾ തലേ ദിവസം തൂത്താലും പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഇതേപോലെ ഒരുപാട് ഇലയായിട്ട് കിടക്കും. തനുക്കുട്ടൻ എണീക്കുന്നതിന് മുമ്പേ എല്ലാം വൃത്തിയാക്കി ഇടാമെന്ന് കരുതിയാണ് രാവിലെ തന്നെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയത്. അല്ലെങ്കിൽ തനുക്കുട്ടനും കൂടെ കാണും. തനുക്കുട്ടന് പനി ആയതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടാത്തത്. മുറ്റം തൂത്ത് കഴിയാറായപ്പോഴത്തേക്കും ഞാൻ തനുക്കുട്ടൻ്റെ കരച്ചിൽ കേട്ടോ. പിന്നെ ഞാൻ തനുക്കുട്ടനെ എടുക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഏട്ടൻ തനുക്കുട്ടനെ എടുത്തു. എന്നിട്ട് ഞാനും ഏട്ടനും തനുക്കുട്ടനും കൂടെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ പോവാണ്. തനുക്കുട്ടനാണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കാണാൻ പറ്റണില്ല ഏട്ടാ തനുക്കുട്ടൻ. പിന്നെ ഞാനും ഏട്ടനും കൂടെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചാനലുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തനുക്കുട്ടൻ അവിടെ നിന്ന് ഒരു പൂ വേണമെന്ന് പറഞ്ഞ് ഞാൻ തനുക്കുട്ടൻ്റെ ഒരു പൂ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ തനുക്കുട്ടൻ അത് തലയിൽ വെക്കണമെന്ന് പറഞ്ഞു. ഒക്കെ തലയിൽ വെക്കാൻ മുടിയില്ലാത്തതുകൊണ്ട് ഏട്ടൻ ചെവിയിൽ വെച്ച് കൊടുത്തു കേട്ടോ. തനുക്കുട്ടൻ ആ പൂവും കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയി പാത്രമെല്ലാം കഴുകിയിടാണ്. തനുക്കുട്ടന് പനി ആയതുകൊണ്ട് തലേ ദിവസത്തെ പാത്രമെല്ലാം കഴുകുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസത്തെ പാത്രമെല്ലാം കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെക്കുകയാണ്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞാണ് ഏട്ടോ ഇതൊക്കെ ചെയ്യണത്. തനുക്കുട്ടന് വയ്യാത്തോട്ട് താഴെ നിൽക്കാൻ കുറച്ച് മടിയാണ് ഏട്ടോ. തനുക്കുട്ടനെ എടുക്കാനാണ് തനുക്കുട്ടൻ പറഞ്ഞ് കരയണത്. പിന്നെ ഞാൻ പോയി ചായയൊക്കെ ഇടയാണ്. തനുക്കുട്ടനെ എടുത്തു വെച്ചിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള ജോലിയെല്ലാം ചെയ്ത് ഏട്ടാ. തനുക്കുട്ടന് വയ്യാത്തതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ താഴെ നിൽക്കാനും അല്ലെങ്കിൽ അവൾക്ക് രാവിലെ എണീറ്റാൽ താഴെ നിൽക്കാനൊക്കെ കുറച്ച് മടിയാണ്. പക്ഷേ വയ്യാത്തത് കൊണ്ട് പിന്നെ ഒട്ടും അവൾക്ക് താഴെ നിൽക്കാൻ ഇഷ്ടമല്ല. ഇപ്പോഴും എടുത്തു വച്ചിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ അവളെ എടുത്തു വെച്ചിട്ടേനെ ഓരോ ജോലിയൊക്കെ ചെയ്തു. പിന്നെ പാത്രം കഴുകേണ്ട ടൈം ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ തനുക്കുട്ടനെ ഏട്ടൻ്റെ കൊടുത്ത ഏട്ടാ. തനുക്കുട്ടനാണെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് നിൽക്കാതെ വീണ്ടും ഓടി എൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞത്. അവളെ ഒന്ന് ഞാൻ എങ്ങനെയെങ്കിലും എടുക്കണം. അങ്ങനെ അതിന് വേണ്ടി പിണങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഏട്ടാ. പിന്നെ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വെച്ച് ഞാൻ തനുക്കുട്ടനെ എടുത്തിട്ട് തനുക്കുട്ടൻ്റെ ഫുഡൊക്കെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പോയി എന്നിട്ടൊന്ന് ഫ്രഷ് ആയി കേട്ടോ. ഞാൻ ബ്രഷ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിന് മുമ്പെയാണ് ഞാൻ മുറ്റം തൂക്കാനും എല്ലാത്തിനും പോയത്. തനുക്കുട്ട എണീക്കണതിന് മുമ്പേ എല്ലാം ചെയ്യണമല്ലോ. അവളെ കാണാതെയാണ് കേട്ടോ ഇപ്പം ഞാൻ ബ്രഷ് ചെയ്യാൻ വന്നത്. അല്ലെങ്കിൽ അവൾ ഇപ്പോൾ ഓടി വരുമായിരുന്നു വെള്ളം കളിക്കാൻ വേണ്ടി. അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവളെ കാണാതെയാണ് ഞാൻ വന്നത്. ഞാൻ എന്നും രാവിലെ എണീറ്റ ഉടൻ തന്നെ ഈ സൈഡിലുള്ള ജനലൊക്കെ ഒന്ന് തുറന്നിടും കേട്ടോ. അപ്പം ഇന്നും ഞാൻ ജനലെല്ലാം തുറന്നിട്ട് പിന്നെ തനുക്കുട്ടന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ തനുക്കുട്ടന് ഒരു TV-യിൽ ഒരു കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ തനുക്കുട്ടന് കഴിക്കാൻ കുറച്ച് മടിയാണ് ഏട്ടാ. തനുക്കുട്ടന് TV കണ്ടാലും തനുക്കുട്ടന് കഴിക്കാൻ മടിയാണ് രാവിലെയൊക്കെ. അവൾ കുറച്ചെങ്കിലും ഫുഡ് കഴിക്കണ ടൈം എന്ന് പറയുമ്പോൾ രാത്രിയായിരിക്കും. ആ സമയത്താണ് അവൾ കുറച്ചൊക്കെ ഫുഡ് കഴിക്കുന്നത്. രാവിലെ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ല. തനുക്കുട്ടന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം അടുത്ത് ഞാൻ ഏട്ടന് ഫുഡ് കൊടുക്കാനാണ് വന്നത്. ഏട്ടന് ഫുഡ് വാരി കൊടുക്കണതാണ് ഇഷ്ടം. ഞാൻ ഇങ്ങനെ വാരി കൊടുക്കണ കണ്ട് തനുക്കുട്ടനും ഇപ്പോൾ ഏട്ടന് വാരി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്.